അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന JKയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം ഗേറ്റ് കഴിഞ്ഞു അകത്ത് കയറുമ്പോൾ തന്നെ കാറ് കാണില്ല. അപ്പോൾ അർച്ചന വിചാരിക്കും, ഇങ്ങനെ ഇവിടെ ഇല്ലേ, അതോ ഇനി പാപ്പച്ചനെയും കൊണ്ട് വല്ല വീട് നോക്കാൻ പോയതാണോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന അകത്ത് കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലിന് ഒരു സൗണ്ടും കേൾക്കില്ല കേട്ടോ. അതേസമയം JK അവിടെ എഴുതിയ കടലാസും പേപ്പറും ഒക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അതിങ്ങനെ അർച്ചന നോക്കുമ്പോൾ ഒരു യക്ഷിയെക്കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് അവിടെ വെച്ചതിന് ശേഷം ഡോറിൽ ഇങ്ങനെ അടയ്ക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഡോറിലിങ്ങനെ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ JK വരികയാണ്. ഇതെല്ലാം മഞ്ജു പോയിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തന്നെ പോവുകയാണ് മഞ്ജു പോയിട്ട് ഇതെന്താണ് സംഗതി എന്നുള്ളത് അറിയണം, എല്ലാവരും പറയണതാണല്ലോ, അപ്പോൾ ഇതെന്താണെന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് മഞ്ജു ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതേസമയം JKയെ കണ്ടിട്ട് ആ മേഡം വരണം പറയും. ആദ്യം അർച്ചന ഒന്ന് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ കയറിപ്പോവാൻ. അർച്ചനയെ അകത്തോട്ടേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം അർച്ചന അകത്ത് പോകുമ്പോൾ സ്വിച്ച് ബോർഡ് കാണിച്ചു കൊടുക്കണം. ഇത് നോക്ക്, ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഇതെല്ലാം അടിച്ചു പോയി, എനിക്ക് വെള്ളമില്ല വെളിച്ചമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ സംഭവിച്ചു എന്ന്, ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊന്നും നേരാക്കാൻ ഏതായാലും എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, ഏതായാലും നിങ്ങൾ പോവുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ പോയാൽ മതി എന്ന് അർച്ചന പറയണം കേട്ടോ. അത് പറ്റില്ല, എന്നെ ഒരു മനുഷ്യ സഹജമായിട്ടെങ്കിലും പരിഗണിക്കണം, വെള്ളവും വെളിച്ചമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, വെള്ളമാണെങ്കിൽ ഇവിടെ കുഴൽക്കിണറാണ്, അതുകൊണ്ട് എന്നെ ഒരു മനുഷ്യ സഹജമായിട്ട് പരിഗണിച്ച് ഇത് ശരിയാക്കണം എന്ന് പറയണം. ഞാൻ എന്തായാലും ശരിയാക്കില്ല, നിങ്ങൾക്ക് ഏതായാലും കഥ എഴുതാൻ മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് അന്ന് വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജൊക്കെ നേരാക്കിയല്ലോ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ വേണമെങ്കിൽ ശരിയാക്കിക്കോ എന്ന് അർച്ചന പറയണം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ജോലി കഥയെഴുത്ത് സ്ത്രീകളെ നല്ലത് മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇപ്പം യക്ഷികളായിട്ടാണല്ലോ നിങ്ങളിപ്പോൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ കർട്ടനൊക്കെ നോക്കിയിട്ട് ഇവർ സംസാരിക്കുന്നത് ഒന്നും മഞ്ജുവിന് മനസ്സിലാവില്ല. എങ്കിലും മഞ്ജു മനസ്സിൽ വിചാരിക്കേണ്ടത് വെറുതെ അല്ല അയാളുടെ ഭാര്യ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനിതൊക്കെ ആരോടാ പറയുക, ആര് പറഞ്ഞാലാ വിശ്വസിക്കുക എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അമ്പാട്ട് വീട്ടിലേക്ക് മഞ്ജു പോവുകയാണ്. അവിടെ പോകുമ്പോൾ രമ്യ പച്ചക്കറി കഷ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രമ്യേച്ചിയുടെ അടുത്ത് പറഞ്ഞത് മനസ്സിലാവുക, എന്താ രമ്യേച്ചി ഇന്ന് സ്പെഷ്യലി ചോദിക്കും, ഇന്ന് അവിയലാണ് എന്ന് പറയുകയാണ് കേട്ടോ. ഞാനേ അപ്പുറത്തെ രജനിയുടെ വീട്ടിലേക്ക് പോയതാണ് എന്നിങ്ങനെ മഞ്ജു പറയണം. ആണോ, രജനിയുടെ വീട്ടിലേക്ക് എപ്പോഴാണ് പോയത് എന്ന് പറയും. അപ്പോൾ പോകുമ്പോൾ രജനി എന്നോട് പറഞ്ഞു, അർച്ചന ചേച്ചി JKയുടെ വീട്ടിൽ പോയിരിക്കണമെന്ന്, എന്തിന്, അല്ലെങ്കിൽ സാധാരണ ചിന്നുനെയും കൊണ്ടാണല്ലോ പോവാറുള്ളത്, ഇപ്പോൾ തനിയെ പോയിരിക്കണോ എന്നങ്ങനെല്ലാം പറഞ്ഞിട്ട് ചേച്ചിയെ മോശമായിട്ട് പറഞ്ഞു എന്ന്. അത് കേട്ടുകൊണ്ടാണ് ചിന്നു വരുന്നത് കേട്ടോ. ചിന്നു കേൾക്കുമ്പോൾ ചിന്നു കേട്ടതും പറയും കേട്ടോ, മഞ്ജു ആൻറ്റി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് അപവാദം പറയണ്ട, എനിക്കത് തീരെ ഇഷ്ടമല്ല. JK അങ്കിൾ എന്നെയാണ് വിളിച്ചത്, ഞാനാണ് അമ്മയോട് പറഞ്ഞിട്ട് അമ്മ പോയത്, അവിടെ എന്തോ സ്വിച്ച് ബോർഡോ എന്തോ ഷോർട്ട് സർക്യൂട്ട്സോ എന്തോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അമ്മ പോയത്, അങ്ങനെ അമ്മയെക്കുറിച്ചിട്ട് വെറുതെ ഇല്ല വചനം പറയരുത് കേട്ടോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയും, അവർ പറഞ്ഞതാണോ വിശ്വസിക്കുക, ഞാൻ ആര് പറഞ്ഞതാ വിശ്വസിക്കുക എനിക്കറിയില്ല പറയും, ആരും പറഞ്ഞത് വിശ്വസിക്കേണ്ട എന്ന് പറയും കേട്ടോ. എന്നിട്ട് ചിന്നു ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. രമ്യ പറയും, വല്ല ആവശ്യമുണ്ടോ മഞ്ജു ഇതിൻ്റെയൊക്കെ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ വരുമ്പോൾ രുക്കു പുറത്തുണ്ടാവും കേട്ടോ. ചന്ദ്ര എവിടെ ചോദിക്കുമ്പോൾ ചന്ദ്ര പുറത്ത് ഫോൺ ചെയ്യണേ എന്ന് പറയണം കേട്ടോ. അതേസമയം നീ എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോണത് തീരെ ഇഷ്ടമല്ല, ചന്ദ്രേച്ചിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറയുക. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയും, നീ അവിടെ പോകണം, എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ, നീ അവിടെ നിന്നെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നിലൂടെ നടത്താൻ പറ്റൂ, അതുകൊണ്ട് നീ പോയേ തീരൂ എന്ന് പറയണം കേട്ടോ. അതൊക്കെ കേട്ടുകൊണ്ടാണ് വിമല അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വിമല എന്നിട്ട് വിജയശങ്കർ പറയും, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. അതേസമയം വിമല വന്നിട്ട് പറയും രുക്കുവിനോട്, രുക്കു നീ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം, അല്ലാതെ വിജയേട്ടൻ പറഞ്ഞത് മാത്രം നീ കേട്ടാൽ മതി, ചന്ദ്രേച്ചിക്ക് ഇഷ്ടമല്ല അങ്ങോട്ടേക്ക് ഞാൻ പോകണത് എന്ന് പറയും. ശരിയായിരിക്കാം, പക്ഷേ നീ വിജയേട്ടൻ പറഞ്ഞത് കേട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ അച്ചു തനിയെ പോകും, പിന്നെ നിനക്ക് അച്ചുവിനൊന്ന് കണി കാണാൻ പോലും സാധിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വൈകുന്നേരം അച്ചു വന്നതിന് ശേഷം അച്ചുവും രുക്കും കൂടി അമ്പാട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് കാറിൽ നിന്നും രുക്കു ഇറങ്ങില്ല. അതേസമയം അച്ചു ചോദിക്കും, എന്താ നീ ഇറങ്ങാതിരിക്കുന്നത്, ഇനി ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാടക വീട്ടിലേക്ക് പോകാമെന്നുള്ള നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ നിൽക്കില്ല എന്ന് പറയും കേട്ടോ. അതേസമയം മനസ്സിൽ ഇങ്ങനെ അച്ചു വിചാരിക്കുന്നുണ്ട്, ഞാൻ അതിനൊന്നുമല്ല, നിനക്ക് ശരിക്കും ഈ രുക്കുവിനെ അറിയാതെയാണ്,
വിജയേട്ടൻ എൻ്റെ അടുത്തൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണി ഞാൻ ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നിനക്ക് എന്നെ ശരിക്കും അറിയില്ല അച്ചു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട. പിന്നീടും അച്ചു പറയുന്നുണ്ട്, നീ എന്താ ഇറങ്ങാത്തെ, നീ ഇറങ്ങ് വാ പറഞ്ഞിട്ട് രുക്കു ഇറങ്ങുകയാണ് കേട്ടോ. രുക്കു ഇറങ്ങിയിട്ട് പോകുന്ന നേരത്ത് ചിന്നു പുറത്ത് കാണുകയാണ്, സിറ്റ് ഔട്ടിൽ ഇവർ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. ചിന്നുവിന് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അച്ചുമാമ രുക്കു ആൻറ്റി വരൂ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് വിളിക്കുകയാണ്. അതേസമയം അകത്തേക്ക് വിളിച്ച് എല്ലാവരെയും വിവരം അറിയിക്കുന്നുണ്ട്. അതാ അച്ചുമാമയും രുക്കു ആൻറ്റിയും വന്നിരിക്കുന്നു, വരുവിൻ പറഞ്ഞിട്ട് മോന്തനെയും രമ്യ മഞ്ജു എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. രുക്കു ആൻറ്റി വരൂ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ രുക്കു വിചാരിക്കുകയാണ്, ഇവൾക്ക് എന്താ ഒരു ദേഷ്യമില്ലേ, ഞാൻ അന്ന് അവിടെ കള്ളത്തരമൊക്കെ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞിട്ട് അച്ചു വഴക്ക് പറഞ്ഞതല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം അതറിഞ്ഞ പോലെ തന്നെ ചിന്നു പറയുന്നുണ്ട്, രുക്കു ആൻറ്റി ഞങ്ങൾക്ക് ആർക്കും ദേഷ്യമില്ല, ഞങ്ങൾക്ക് അച്ചുമാമയെ വേണം, ആ കൂട്ടത്തിൽ രുക്കു ആൻറ്റീനെയും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യമില്ല. രുക്കു ആൻറ്റി എന്താ അവിടെ മടിച്ച് നിൽക്കണം, വരും അകത്തോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ചിന്നു രുക്കുവിനെയും അച്ചുവിനെയും കൂടിയിട്ട് വിളിച്ചകത്തേക്ക് കൊണ്ടു